ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാകും ഇന്ത്യൻ നേവി ഓഫീസർ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഗ്രാജുവേഷനും PG ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അവസാന വർഷം പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കൂടെ കാണാം. ബ്രോ ഫിസിക്സ് ഇൻ BSc എന്ന് ഉദ്ദേശിക്കുന്നത് BSc ഫിസിക്സ് ആണോ അല്ലെങ്കിൽ BScയിൽ നമ്മൾ ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു റിപ്ലൈ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പേര് വേറെയും കമൻറ്റുകളായിട്ട് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഞാൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം. അതുകൊണ്ടാണ് അത് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് BSc ഫിസിക്സ് തന്നെ പഠിച്ചിരിക്കണം, അതായത് MSc കെമിസ്ട്രിയും BSc ഫിസിക്സും നമ്മൾ പഠിച്ചിരിക്കാനുള്ള കണ്ടീഷനൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലാണ് അത് അധികം കൺഫ്യൂഷൻ വരുന്നത്. ബാക്കിയുള്ളത് ഞാൻ പറയാം. ഇവിടെ കാണാം 60% മാർക്സ് ഇൻ MSc. അതായത് MSc നിങ്ങൾക്ക് മാത്സോ അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ചോ നിങ്ങൾ കഴിഞ്ഞിരിക്കും. ഇതാണ് സ്പെഷ്യലൈസേഷൻ നമ്മൾ MSc ചെയ്തിരിക്കേണ്ടത്. വിത്ത് ഫിസിക്സ് ഇൻ BSc ആണ്. അതായത് നിങ്ങൾ BScയിൽ നിങ്ങൾ ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് വൺ ഓഫ് ദ സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതല്ലാതെ നിങ്ങളതൊരു മേജർ സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ BScയിൽ ബാച്ചുലർ ഓഫ് സയൻസ് പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. MSc ഈ പറയുന്ന മാത്സോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് എന്ത് ചെയ്യാം, അവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഈ പറയുന്ന എഡ്യൂക്കേഷനിലേക്ക് മറ്റൊരു രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ കാണാം 60% മാർക്ക് ഇൻ MSc ഫിസിക്സോ അതല്ലെങ്കിൽ MSc അപ്ലൈഡ് ജിയോളജി. അതായത് നിങ്ങൾ അപ്ലൈഡ് ഫിസിക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്സിലോ നിങ്ങൾ MSc 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങളുടെ ഡിഗ്രിയിൽ നിങ്ങൾ അതായത് BSc ബാച്ചുലർ ഓഫ് സയൻസിൽ നിങ്ങൾ മാത്സ് ഒരു സബ്ജക്റ്റായിട്ടും പഠിച്ചിരിക്കണം. അതല്ലാതെ BSc മാത്സ് എന്ന് പറയുന്നത് നമുക്ക് BSc സ്പെഷ്യലൈസേഷനോട് കൂടി മാത്സിൽ സ്പെഷ്യലൈസേഷനോട് കൂടി BSc പഠിച്ചിട്ട് നിങ്ങൾ MSc ഫിസിക്സ് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ബാച്ചുലർ ഓഫ് സയൻസിൽ BSc ഒരു സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾക്കൂടെ കാണാം. ഇനി അതും അല്ലെങ്കിൽ MSc കെമിസ്ട്രി കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ 60% മാർക്കോട് കൂടി. പക്ഷേ അവർ ഈ പറയുന്ന ബാച്ചുലർ ഓഫ് സയൻസ് പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതല്ലാതെ നിങ്ങൾ ഫിസിക്സിൽ നിങ്ങൾ ഈ പറയുന്ന BSc ബിരുദം ഉണ്ടാകണം നിർബന്ധമില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പറയുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് മാത്സ് ഇൻ BSc അതുപോലെ ഫിസിക്സ് ഇൻ BSc എന്നൊക്കെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ BSc പഠിക്കുന്ന സമയത്ത് അതായത് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് നമ്മളൊരു സബ്ജക്റ്റായിട്ട് പഠിക്കണം, അത്രേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ അതിൽ സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റായിട്ട് മെയിൻ സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പക്ഷേ MScൻ്റെ കാര്യം വരുമ്പോൾ അത് കറക്റ്റ് നമ്മൾ അതിൽ സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം. നമ്മൾ വീഡിയോ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റേതായുള്ള നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ അതിൻ്റെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഈ പറയുന്ന PG അതായത് MSc ഉണ്ടായിരിക്കുക. ഇനി അത് കൂടാതെ ഡിഗ്രി ലെവലിലൊരു കണ്ടീഷനാണ് ഇവർ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ ഞാൻ നല്ല നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് പറഞ്ഞാണ്. ഇവിടെയാണ് പലർക്കും ഡൗട്ട് വന്നത്. പിന്നെ ഡൗട്ട് വന്നത് BSc BCom BSc IT ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, അവർക്ക് ഇന്നുപാടെ ചെയ്യണം. അതിൻ്റെ കൂടെ പ്ലസ് PG ഡിപ്ലോമ ചെയ്യണം. അതായത് നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്. അത് നിങ്ങൾ ഫൈനാൻസിലോ അല്ലെങ്കിൽ ലോജിസ്റ്റിക്കിലോ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റിലോ നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏജ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കാണാം. നിങ്ങൾ ഏജ് ഒക്കെ ഓക്കെ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ജോബാണ് ഇതെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ട്രൈ ചെയ്യണമെങ്കിൽ, ഇതിലേക്ക് എക്സാം ഒന്നുമില്ല, ഇതിലേക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ PG ഡിപ്ലോമ ഇത് ചെയ്തോളൂ. PG ഡിപ്ലോമ ഇത് ചെയ്താൽ വേറെയും സ്കോപ്പ് കുറേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. അടുത്ത വർഷവും വിളിക്കും, എല്ലാ വർഷവും ഈ റിക്രൂട്ട്മെൻറ്റ് വിളിക്കാറുണ്ട്, നിശ്ചിത വേക്കൻസിയും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് അവസാന വർഷം പഠിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെയാണ്. അവസാന വർഷം പഠിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ ചാനലുണ്ട്, നിൽക്കണം, നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് ഇതായിട്ട് ബന്ധപ്പെട്ട് വന്നു. പിന്നെ BSc ഇലക്ട്രോണിക്സ് മാത്രമുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ ക്വാളിഫിക്കേഷൻ ആയിരിക്കണം കേട്ടോ. ഓക്കെ. അതായത് BE or BTech തന്നെ ആയിരിക്കണം, ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. ഇതിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന അതായത് BSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ അങ്ങനെയാണെങ്കിൽ അത് പറയേണ്ടതാണ് കേട്ടോ, ബാച്ചുലർ ഓഫ് സയൻസ് എന്ന് അവർ പറയേണ്ടത്. ജസ്റ്റ് ഇവിടെ ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊരു ലോജിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ കുറച്ച് കമൻസുകളുണ്ട്. ഡിപ്ലോമേൻ്റെ ഒന്നും ഇതിലില്ല.
ഓക്കെ, ഡിപ്ലോമ പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. BSc ഫിസിക്സ് മാത്രം പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിലേക്ക് PG പാടെ വേണം. BSc പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ രീതിയിൽ PG ഡിപ്ലോമ ഉണ്ടെങ്കിൽ ആ സ്കീമിൽ അപ്ലൈ ചെയ്യാം. ലോജിസ്റ്റിക്കിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് PG ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇനി MCA MSc ഒക്കെ MSc IT കഴിഞ്ഞവരാണെങ്കിലും MCA ഉള്ളവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി MBA വിത്ത് ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി MBA ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് വർഷം പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ ഫിസിക്സ് ഇൻ BSc എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഗ്രാജുവേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആ ലെവലിൽ നിങ്ങൾ ക്വാളിഫിക്കേഷൻ, അത് MSc മാത്സ് കഴിഞ്ഞു, നിങ്ങൾ BSc ലെവലിൽ എന്താണ് ഫിസിക്സും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ എന്താണ് MSc ഫിസിക്സോ അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സോ നിങ്ങൾ കഴിഞ്ഞു, നിങ്ങൾ BSc ലെവലിൽ എന്താണ് മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി MSc കെമിസ്ട്രി നിങ്ങൾ കഴിഞ്ഞു, പക്ഷേ നിങ്ങൾ എന്താണ് BSc ലെവലിൽ ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, MSc കെമിസ്ട്രി കഴിഞ്ഞ് പ്ലസ് നിങ്ങൾ എന്താണ് BSc ബാച്ചിലർ ഓഫ് സയൻസ് പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്, നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് തരാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കൊക്കെ ഇതിലേക്ക് നേരെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അവസാനിപ്പിക്കാം. നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.